ഹായ്, വെൽക്കം ബാക്ക് ടു മൈ സെഷൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് +2 ഡിഗ്രി PG അതേപോലെ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ വരെ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന ഒരു ടേമിനെ കുറിച്ചാണ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. അപ്പോൾ എന്താണ് ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്? ഈ കോഴ്സിൻ്റെ സാധ്യതകൾ എന്തെല്ലാം? ഈ കോഴ്സ് ആർക്കൊക്കെ പഠിക്കാം? ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഈ ഒരു ടേം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഗ്രീക്ക് വേർഡായിട്ടുള്ള ലോ കോസ്റ്റ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ലോജിസ്റ്റിക്സ് എന്ന വാക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചെലവ് ചുരുക്കി പ്രൊഡക്റ്റ് കൺസ്യൂമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഒരു ഗുഡ്സിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലയാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ലോജിസ്റ്റിക്സിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിന് നമ്മൾ പറയുന്നത് ലോജിസ്റ്റീഷ്യൻസ് എന്നാണ്. ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്ന കമ്പനികളാണ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്ന് പറയുന്ന കമ്പനികൾ. അപ്പോൾ ഈ ഒരു കമ്പനികൾ എന്താ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നിരീക്ഷിച്ചാൽ തന്നെ നമുക്ക് ലോജിസ്റ്റിക്സ് എന്താണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കമ്പനികൾ അതിൻ്റെ മാനുഫാക്ചേഴ്സ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് ഗുഡ്സ് അവിടെ നിന്ന് കളക്ട് ചെയ്ത് ട്രാൻസ്പോർട്ടേഷൻ വഴി വെയർ ഹൗസിങ്ങിൽ എത്തിച്ച് അതിൻ്റെ എല്ലാ രീതിയിലും ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ചെയ്തതിന് ശേഷം ട്രാൻസ്പോർട്ടേഷൻ വഴി അത് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനമാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലോജിസ്റ്റിക്സിൽ വരുന്ന പ്രധാനപ്പെട്ട 3 പ്രവർത്തനങ്ങളാണ് ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിങ് ആൻഡ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ടേമിൽ തന്നെ അതിൻ്റെ മീനിങ് വരുന്നുണ്ട്. ഇതിൻ്റെ മീനിങ് വരുന്നത് ചെയിൻ ഓഫ് ആക്ടിവിറ്റി ആൻഡ് പ്രോസസ് സ്റ്റാർട്ടിങ് ഫ്രം സപ്ലയർ ആൻഡ് എൻഡിങ് വിത്ത് എൻഡ് യൂസർ, ദാറ്റ് മീൻസ് കസ്റ്റമർ. അതായത് ഒരു സപ്ലയർ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു കൺസ്യൂമർ വരെ എത്തി നിൽക്കുന്ന ഒരു ചെയിൻ ഓഫ് ആക്ടിവിറ്റി ആൻഡ് പ്രോസസ്സാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും ലോജിസ്റ്റിക്സ് വരുന്നത് കൊണ്ട് തന്നെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിന് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്നും പറയാറുണ്ട്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സപ്ലയർ എന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ആളുകളെയും സപ്ലയർ എന്ന് പറയും. അപ്പോൾ ഈ സപ്ലയർ നിന്ന് റോ മെറ്റീരിയൽ മേടിച്ച് ട്രാൻസ്പോർട്ടേഷൻ വഴി പ്രൊഡക്ഷൻ യൂണിറ്റുകളിലേക്ക് എത്തിച്ച് അത് പ്രൊഡക്റ്റാക്കി മാറ്റി വീണ്ടും ട്രാൻസ്പോർട്ടേഷൻ വഴി അത് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനമാണ്. അപ്പോൾ അനവധി പ്രോസസ്സ് ആൻഡ് ആക്ടിവിറ്റീസ് വരുന്നുണ്ട് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ. ഇപ്പോൾ പർച്ചേസിങ് വരുന്നുണ്ട്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ വരുന്നുണ്ട്, പ്രൊഡക്ഷൻ വരുന്നുണ്ട്, വെയർ ഹൗസിങ് വരുന്നുണ്ട്, കസ്റ്റമർ സർവീസ് വരുന്നുണ്ട്, IT വരുന്നുണ്ട്, ഫിനാൻസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വളരെയധികം പ്രവർത്തനങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ പറയുന്ന സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ചെയിൻ ഓഫ് ആക്ടിവിറ്റി ആൻഡ് പ്രോസസ്സാണ്. അപ്പോൾ ഇതിൽ ഈ ഗുഡ്സിനെ മൂവ് ചെയ്യിക്കുന്ന ഒരു പ്രവർത്തനമാണ് ലോജിസ്റ്റിക്സ് എന്നുള്ളത്. റൈറ്റ്. ഇനി ഈ ഒരു കോഴ്സ് പഠിച്ചാൽ ഇതിൻ്റെ സാധ്യതകൾ എന്തെല്ലാം? നേരത്തെ ഞാൻ പറഞ്ഞു, സപ്ലൈ ചെയിനിലാണെങ്കിലും ലോജിസ്റ്റിക്സിലാണെങ്കിലും അനവധി ഡിപ്പാർട്ട്മെൻറ്റുകളും പ്രോസസ്സുകളും വരുന്നുണ്ട്. നിങ്ങൾക്ക് പർച്ചേസിങ്ങിൽ വർക്ക് ചെയ്യാവുന്നതാണ്, ട്രാൻസ്പോർട്ടേഷനിൽ വർക്ക് ചെയ്യാവുന്നതാണ്, വെയർ ഹൗസിൽ വർക്ക് ചെയ്യാവുന്നതാണ്, പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യാവുന്ന, സെയിൽസ്, കസ്റ്റമർ സർവീസ്, IT, അങ്ങനെ അനവധി മേഖലകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ വളരെയധികം ജോലി സാധ്യതയുള്ളൊരു മേഖലയാണ് ഈ പറയുന്ന സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ആർക്കൊക്കെ ഈ കോഴ്സ് ചെയ്യാം? അതായത് ഒരു +2 ആണ് ഇതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ടൈപ്സ് ഓഫ് കോഴ്സുകൾ ഈ ഒരു ലോജിസ്റ്റിക്സിൽ അവൈലബിൾ ആണ്. ഡിപ്ലോമ പ്രോഗ്രാമുകൾ അവൈലബിൾ ആണ്, ഇൻ്റർനാഷണൽ ഡിപ്ലോമ പ്രോഗ്രാമുകൾ അവൈലബിൾ ആണ്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ അവൈലബിൾ ആണ്, അതുപോലെ ഡിഗ്രി പ്രോഗ്രാമുകളായുള്ള BBA ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് അവൈലബിൾ ആണ്. പിന്നെ PG ഡിപ്ലോമ കോഴ്സുകൾ അവൈലബിൾ ആണ്. PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ MBA സ്പെഷ്യലൈസേഷൻ നിങ്ങൾക്ക് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള അനവധി കോഴ്സുകൾ ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സ് ആർക്കൊക്കെ ചെയ്യാം എന്ന് ചോദിച്ചാൽ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് +2 ആണ്. അപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഡിപ്ലോമ, ഇൻ്റർനാഷണൽ ഡിപ്ലോമ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കരിയർ ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരുടെ മേഖല മാറാതെ തന്നെ ഇതിലേക്ക് വരാവുന്നതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റുകളിലേക്ക് അവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ കരിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഈ ഒരു സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൽ വരുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഈ ലോജിസ്റ്റിക്സ് എന്ന ടേമിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.